ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ആം ഹോൾ എങ്ങനെയാണ് കണക്കാക്കുന്നത്. നമ്മുടെ ഷോൾഡർ എടുക്കുന്നത് തന്നെയാണോ ആം ഹോൾ കൊടുക്കുന്നത്? കുറേ പേർക്ക് സംശയമുള്ളൊരു കാര്യമാണ് ആം ഹോൾ എടുക്കുന്നത് എങ്ങനെയാണ്, അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന്. ആം ഹോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഷോൾഡർ തന്നെയാണോ ആം ഹോളായിട്ട് നമ്മൾ എടുക്കേണ്ടത്. ആദ്യമേ നമ്മൾ ആ സംശയമാണ് മാറ്റാൻ പോകുന്നത്. അപ്പം നമ്മളിവിടെ 15.5 ഇഞ്ച് ഷോൾഡറുള്ള ഒരാൾ, ഷോൾഡർ 15.5 ഇഞ്ച് ഷോൾഡർ, ബാക്ക് നെക്ക് 8 ഇഞ്ച്, ആം റൗണ്ട് നമുക്ക് 17.5 ഇഞ്ച്. ഇത്രയുള്ള ഒരു വ്യക്തിയുടെ ആം ഹോൾ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് ഷോൾഡർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. നമ്മുടെ എല്ലാ സംശയവും അതിൽ നിന്ന് മാറിയിട്ടുണ്ട്. കാരണം ഷോൾഡർ എടുക്കാൻ എല്ലാവർക്കും സംശയമുള്ള കാര്യമായിരുന്നു, എങ്ങനെയാണ് ഷോൾഡർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഷോൾഡർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമ്മുടെ ബാക്ക് നെക്കിനെ അനുസരിച്ച്. ഓക്കെ ആയല്ലോ. ബാക്ക് നെക്ക് കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഷോൾഡർ കുറച്ച് കൊണ്ടുവരും. ബാക്ക് നെക്ക് കുറയുന്നതിനനുസരിച്ച് നമ്മുടെ ഷോൾഡർ കൂട്ടി കൊടുക്കും. എന്തുകൊണ്ടാണ് കാര്യം? ബാക്ക് നെക്ക് കൂടുതൽ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ ഷോൾഡർ അകന്നു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഷോൾഡറിൽ നിന്ന് ബ്ലൗസ് ഊരിപ്പോവും. ഓക്കെ ആയല്ലോ. അപ്പോൾ അകന്ന് കൊടുക്കുന്നതിനനുസരിച്ച് നമ്മൾ ഓൾറെഡി നമ്മുടെ ബോഡി മെഷർമെൻറ്റിൻ്റെ ഷോൾഡർ കുറച്ച് കൊണ്ടുവരുന്ന സമയത്ത് ഈ അകന്ന നെക്ക് നമ്മുടെ ഷോൾഡറിൽ ചെന്ന് നിൽക്കും. അതെല്ലാം ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ബാക്ക് നെക്ക് അനുസരിച്ച് നമ്മുടെ ഷോൾഡർ എടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഷോൾഡർ എങ്ങനെയാണ് കണക്ക് കൂട്ടുന്നത്? ബാക്ക് നെക്കിനനുസരിച്ച് ഷോൾഡർ കണക്ക് കൂട്ടും. അപ്പോൾ നമ്മുടെ ആം ഹോൾ എങ്ങനെയാണ് കണക്ക് കൂട്ടുന്നത്? ആം ഹോൾ റൗണ്ട്, ഈ 15 ഇഞ്ച് ഷോൾഡർ എടുക്കുന്ന ആളുടെ ആം ഹോൾ റൗണ്ട് 17 ഇഞ്ചാണ്. ഈ 17 ഇഞ്ചിൻ്റെ കൂടെ നോർമൽ ബ്ലൗസ് ആണെങ്കിൽ നമ്മൾ ഇതിൻ്റെ കൂടെ എത്ര കൂട്ടും? 1/2 ഇഞ്ച്. ലൈനിങ് ബ്ലൗസ് ആണെങ്കിൽ 3/4 ഇഞ്ച്. നമുക്ക് ലൈനിങ് ബ്ലൗസൊക്കെ എടുക്കുന്നതിൻ്റെ കാൽക്കുലേഷൻ വേറെയാണ്, നമുക്ക് പിന്നെ പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ നോർമൽ ബ്ലൗസാണ് ചെയ്യുന്നതെങ്കിൽ 1/2 ഇഞ്ച് കൂട്ടും. 17 1/2 ഇഞ്ച് കൂട്ടുമ്പോൾ എത്ര കിട്ടും? നമുക്ക് 18 ഇഞ്ച് കിട്ടും. 18 ഇഞ്ചിൻ്റെ ഹാഫ് എത്രയാണ്? 9 ഇഞ്ച്. ഈ 9 ഇഞ്ചാണ് നമ്മുടെ ആം ഹോൾ റൗണ്ട്, ഒരു വശത്തേക്കുള്ള ആം ഹോൾ പകുതി. നമ്മൾ ആം ഹോൾ എങ്ങനെയാണ് എടുക്കുന്നത്? ആം ഹോൾ റൗണ്ട് എങ്ങനെയാണ് എടുക്കുന്നത്? നമ്മുടെ കക്ഷത്തിൻ്റെ അടിയിലൂടെ ടേപ്പ് ചുറ്റി നമ്മുടെ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന ഭാഗത്ത് ഇങ്ങനെ കൈ ഇങ്ങനെ ചുറ്റിയാണ് എടുക്കുന്നത്. ആ കക്ഷത്തിൻ്റെ അടിയിലൂടെ കൈ ഇങ്ങനെ ഈ ടേപ്പ് വെച്ചിട്ട് നമ്മുടെ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന ഭാഗമില്ലേ, ആ ഭാഗത്തിൽ ഇങ്ങനെ ചുറ്റിയാണ് നമ്മുടെ ആം ഹോൾ റൗണ്ട് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പകുതിയാണ് ഒരു വശത്ത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ പകുതി 9 ഇഞ്ചാണ്. ഇപ്പോൾ ഓക്കെ ആയല്ലോ. ഷോൾഡർ നമ്മുടെ ആം ഹോൾ റൗണ്ട് എത്രയാണെന്ന് 18 ആയിരുന്നു. അതിൻ്റെ പകുതി നമ്മൾ മാർക്ക് കൊടുക്കാൻ വേണ്ടി അതിൻ്റെ പകുതി എടുത്ത് 9 ഇഞ്ച്. ഇനി നമുക്കിത് എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് നോക്കാം. അതിന് മുന്നേ നമ്മുടെ ഷോൾഡർ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഷോൾഡർ 15.5 ഇഞ്ചാണ്. ഈ 15.5 ഇഞ്ചിന് ബാക്ക് നെക്ക് 8 ഇഞ്ചാകുമ്പോൾ നമ്മളൊക്കെ എത്രയാണ് മൈനസ് ചെയ്യേണ്ടത്? നേരത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ്. 8 ഇഞ്ചാണെങ്കിൽ നമ്മൾ 3 ഇഞ്ചാണ് മൈനസ് ചെയ്യേണ്ടത്. 3 ഇഞ്ച് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 12.5 കിട്ടും അല്ലേ? 12.5യുടെ പകുതിയാണ് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്, അല്ലയോ? 12.5യുടെ പകുതിയല്ലേ? പകുതിയാകുമ്പം 6.25 നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഷോൾഡർ. അപ്പോൾ ഷോൾഡർ നമുക്ക് എത്രയാണ് കിട്ടിയത്? 6.25. ബാക്ക് നെക്ക് 8 ഇഞ്ച്. നമ്മുടെ ആം ഹോൾ റൗണ്ട് 17 ആയിരുന്നു. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ലൂസ് കൂട്ടി 18 കിട്ടി. 18ൻ്റെ പകുതി 9 ഇഞ്ച്. ഓക്കെ ആയല്ലോ. ഇനി നമുക്ക് ഈ അളവുകളൊക്കെ എങ്ങനെയാണ് നമ്മൾ തുണിയിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് 14.5 ഇഞ്ചാണ് വേണ്ടത്, ലെങ്ത് വേണ്ടത്. ഇവിടെ നമുക്ക് 15 ഇഞ്ചിൽ 1 ഇഞ്ച് കൂടെ മാർക്ക് കൂട്ടി, തയ്യൽ തുമ്പും കൂടെ കൂട്ടി 15 ഇഞ്ചിൽ നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മളുടെ ഷോൾഡർ ലൈനാണിത്. ഓക്കെ, നമ്മൾ 15 ഇഞ്ചിൽ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു. നമുക്കിവിടെ എത്രയാണ് ഷോൾഡർ നമ്മൾ കൊടുക്കാൻ കൂട്ടിയത്? 15 ഇഞ്ചിൽ നിന്ന് 3 ഇഞ്ച് കുറച്ച്. ബാക്ക് നെക്ക് 8 ഇഞ്ച് ആയതുകൊണ്ട് അത് നമുക്ക് 12.5 കിട്ടി. അതിൻ്റെ ഹാഫ് 6.25 നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് 6.25 മാർക്ക് ചെയ്ത് കൊടുത്തു. താഴേക്കും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കണം. നമുക്ക് ആം ഹോൾ വരയ്ക്കേണ്ട ഭാഗമല്ലേ, അപ്പോൾ നമുക്ക് ആ ലൈൻ ചരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇങ്ങനൊരു ലൈൻ വരച്ചെടുത്തത്. ഇനി നമുക്ക് ആം ഹോൾ എത്രയാണ് ഇറക്കേണ്ടത്, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആം ഹോൾ എത്ര ഇറക്കണം എന്നുള്ളത് നമുക്കിവിടെ ആം ഹോൾ ഒരു വശത്തേക്ക് എത്രയാണ് വേണ്ടത്? 9 ഇഞ്ച്. ആം ഹോൾ റൗണ്ടാണ് 18. അതിൻ്റെ പകുതിയാണ് നമ്മളിവിടെ വരച്ചു കൊടുക്കേണ്ടത്. ആ 9 ഇഞ്ച് കിട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നമുക്ക്
ഈ 6.25 തന്നെ ഷോൾഡർ കൊടുക്കാം. ഓക്കെ, അപ്പോൾ 6.25 തന്നെ നമുക്ക് ഷോൾഡർ കൊടുക്കാം. ഇത് നമ്മുടെ ചെസ്റ്റ് ലൈനാണ്. ചെസ്റ്റ് ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നതാണ് ഇത്. ഓക്കെ, നമുക്ക് ചെസ്റ്റ് ഇവിടെ 10 ഇഞ്ചാണ്, അത് മാർക്ക് ചെയ്ത് കൊടുക്കണം. 10 ഇഞ്ച്. നമുക്ക് ഇവിടെയാണ് കിട്ടുന്നത്, തയ്യൽ തുമ്പാണ്. നമ്മൾ എങ്ങനെയാണ് ഇനി വരച്ചു കൊടുക്കേണ്ടത്? വരച്ചു കൊടുക്കുന്നത് നമ്മളിവിടെ ഇതിൻ്റെ 6.25 പകുതി മാർക്ക് ചെയ്ത് കൊടുക്കണം. 6.25 3 ഇഞ്ച് ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുത്തു. നമ്മളിവിടെ ഷോൾഡറിന് നമുക്കിവിടെ ആം ഹോൾ വരച്ചു കൊടുക്കാം. ഇങ്ങനെ നമ്മൾ കണക്ക് കൂട്ടുമ്പോഴാണ് 9 ഇഞ്ച് നമുക്ക് ആം ഹോൾ റൗണ്ട് കിട്ടേണ്ടത്. എങ്ങനെയാണ് നമ്മുടെ ആം ഹോൾ കർവ് വെച്ച് കൊടുക്കേണ്ടത്? അതുപോലെ നമ്മൾ അതിൻ്റെ പകുതി മാർക്ക് ചെയ്ത് കൊടുത്തില്ലേ, അവിടേക്ക് ഇത് ടച്ച് ചെയ്തിട്ട് മുകളിൽ ഒരു 1/2 ഇഞ്ചോളം ഡിസ്റ്റൻസിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. കേട്ടോ, ആം ഹോൾ വരയ്ക്കുന്നത് എങ്ങനെയാണ് കണ്ടോ? കർവ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്കങ്ങ് വരച്ചു കൊടുക്കാം. കേട്ടോ, ഇങ്ങനെയാണ് ആം ഹോൾ വരയ്ക്കേണ്ടത്. ഇനി നമുക്കിത് മുകളിൽ തയ്യൽ തുമ്പ്, ഷോൾഡർ ചേർക്കാനുള്ള തയ്യൽ തുമ്പ് ഒഴിച്ചിട്ട് 9 ഇഞ്ചാണല്ലോ നമ്മുടെ ആം ഹോൾ റൗണ്ട്, അത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഇത് ഇവിടെ ടേപ്പ് വെച്ചതിന് ശേഷം ഇതേപോലെ ചുറ്റി നോക്കാം. കേട്ടോ, നമുക്ക് 9 ഇഞ്ച് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പം നമ്മുടെ ഇവിടെ ആം ഹോൾ കറക്റ്റ് ആണോ? അതെ അല്ലേ? നമ്മുടെ ഷോൾഡർ തന്നെയാണ് ആം ഹോൾ. ഇനി നമുക്ക് ഈ ഷോൾഡർ വെച്ചിട്ട് നമുക്ക് ഒരു ബാക്ക് നെക്ക് വ്യത്യാസപ്പെടുത്തിയിട്ട് വേറൊരു കണക്ക് നോക്കാം. ഇവിടെ നമ്മുടെ ഷോൾഡർ എല്ലാം ഇത് തന്നെ. ഷോൾഡർ നമുക്കിവിടെ 15 ഇഞ്ച് ഷോൾഡർ. ബാക്ക് നെക്ക് മാത്രമേ നമുക്കിവിടെ വ്യത്യാസം വരുന്നുള്ളൂ. ബാക്ക് നെക്ക് നമുക്കിവിടെ 9 ഇഞ്ചാണ് ഒന്നും കൂട്ടി 9 ഇഞ്ച്. നമ്മുടെ ആം ഹോളും ആം റൗണ്ടും എത്ര തന്നെയാണ്? നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് എത്രയുണ്ട്? 18. അതിൻ്റെ പകുതി 9 ഇഞ്ചാണ്. നമുക്ക് ആം ഹോള് മാറ്റം വരുന്നില്ല, അത് തന്നെയല്ലേ നമ്മുടെ ആം ഹോളിൻ്റെ വണ്ണം. ഓക്കെ, നമ്മളിവിടെ ഷോൾഡർ 9 ഇഞ്ചായപ്പോൾ നമുക്ക് എത്രയാണ് മൈനസ് ചെയ്യേണ്ടത്? 9 ഇഞ്ചാകുമ്പോൾ നമുക്ക് 3.5 ഇഞ്ച് മൈനസ് ചെയ്യണം. 3.5 ഇഞ്ച് മൈനസ് ചെയ്തു. 3.5 ഇഞ്ച് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 12 ഇഞ്ച് കിട്ടും. അതിൻ്റെ പകുതി 3.5 ഇഞ്ച് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 9 ഇഞ്ചാണ്. നമ്മൾ മൈനസ് ചെയ്യേണ്ടത് 3.5 അപ്പോൾ ഇതിന് 3 പോകുമ്പോൾ നമുക്ക് 12 ഇഞ്ചാണ് കിട്ടുന്നത്. എത്രയാണ് നമുക്ക്? 6 ഇഞ്ചാണ് ഇതിൻ്റെ പകുതി വരുന്നത്. അപ്പോൾ നമുക്ക് ഷോൾഡർ എത്രയാണ്? 6 ഇഞ്ച്. അപ്പോൾ ബാക്ക് നെക്ക് 9 ഇഞ്ച് ആയതുകൊണ്ടാണ് നമുക്ക് ഷോൾഡർ 6 ഇഞ്ച് ആയത്. ഓക്കെ, ഇവിടെ 8 ഇഞ്ചായ സമയത്ത് 6.25 ഇവിടെ നമുക്ക് 9 ഇഞ്ചായപ്പോൾ കുറച്ചുകൂടി കുറയണം. 9 ഇഞ്ച് ബാക്ക് നെക്ക് എടുക്കുമ്പോൾ കുറച്ചുകൂടി അകന്ന് പോകുന്ന സമയത്ത് നമുക്ക് ഷോൾഡർ കുറച്ചുകൂടി കുറയണം. അപ്പം നമ്മൾ 6 ഇഞ്ചാക്കി കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ചെയ്തത്. ഓക്കെ, ഇനി നമുക്കിവിടെ ആം ഹോൾ എത്ര കിട്ടണം? ആം ഹോൾ റൗണ്ട് എത്ര കിട്ടണം? 9 ഇഞ്ച് തന്നെ കിട്ടണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ ഷോൾഡർ എത്രയാണ്? 6 ഇഞ്ച്. പുറകോട്ട് ഒരു 1/4 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യാം. 6.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. വേറൊരു ചോക്ക് വെച്ച് വരച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകും. കേട്ടോ, മാർക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മളിവിടെ 6 ഇഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. കേട്ടോ, മാർക്ക് ചെയ്ത് കൊടുക്കാം. 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇവിടെ 10 ഇഞ്ച് നമുക്ക് കണ്ടില്ലേ? ഇനി നമുക്ക് അളന്ന് നോക്കാം. 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം നമുക്ക് ടേപ്പ് ചുറ്റി നോക്കാം 9 ഇഞ്ചാണോ കിട്ടുന്നതെന്ന്. കണ്ടോ, ഇവിടെ നമുക്ക് ഒരു 9.5 ഇഞ്ച് കിട്ടുന്നുണ്ട്. കണ്ടോ, 9.5 ഇഞ്ചാണ് നമുക്ക് ആം ഹോൾ റൗണ്ട് കിട്ടുന്നത്. ഒന്നുകൂടി ഇപ്പോൾ കാണിച്ചു തരാം. അല്ലേ, നമ്മൾ 6 ഇഞ്ച് എടുത്ത ലൈനാണിത്. 6 ഇഞ്ച് എടുത്തപ്പോൾ നമ്മൾ 6 ഇഞ്ച് ആം ഹോളിൻ്റെ ഇറക്കവും 6 ഇഞ്ച് തന്നെ ആക്കി. അപ്പോൾ നമുക്ക് ഇവിടെ തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം, മെഷർ ചെയ്ത് നോക്കാം. കേട്ടോ, നമുക്കിവിടെ എത്രയാണ് കിട്ടുന്നത്? 9.5 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ 1/2 ഇഞ്ച് നമുക്കവിടെ ലൂസ് വരത്തില്ലേ?
അര ഇഞ്ച് നമുക്ക് ലൂസ് വരും. ആം ഹോൾ എത്ര മതി? നമുക്ക് 9 ഇഞ്ച് മതി. ഇവിടെ അര ഇഞ്ച് കൂടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തോ ചെയ്യും? ആം ഹോളിൻ്റെ അവിടെ ലൂസ് വരും, ഫിറ്റിങ്സ് കറക്റ്റ് ആകത്തില്ല. നമുക്ക് എന്ത് ചെയ്യും? ഷോൾഡറിൻ്റെ അവിടെ വ്യത്യാസം വരും, ഫ്രണ്ട് പോർഷൻ ലൂസ് വരും. അപ്പം നമുക്ക് എന്തോ വരും? മൊത്തത്തിൽ നമുക്ക് ഫിറ്റിങ്സ് കറക്റ്റ് ആകത്തില്ല. അപ്പോൾ ഷോൾഡറിൽ ആം ഹോളിൽ നമുക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്, അര ഇഞ്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഷോൾഡർ തന്നെയാണ് ആം ഹോള്? അല്ല. അതുകൊണ്ട് നമുക്ക് ഒരു അര ഇഞ്ച് മുകളിലേക്ക് വെച്ച് ഒരു ലൈൻ വരച്ച് കൊടുക്കുക. നമ്മൾ 6 ഇഞ്ചായിരുന്നു ആദ്യമേ വരച്ചത്, മുകളിലേക്ക് വെച്ചിട്ട് ഒരു അര ഇഞ്ച് കുറച്ചിട്ട് നമ്മളിപ്പോൾ വീണ്ടും ഒരു ലൈൻ വരച്ച് കൊടുത്തു. നമ്മളിവിടെ 6 ഇഞ്ച് ഷോൾഡറും 5.5 ഇഞ്ച് ആം ഹോളും ഇറക്കിയിട്ടാണ് ഇപ്പോൾ വരച്ചേക്കുന്നത്. 6 ഇഞ്ചായിരുന്നു ആദ്യമേ വരച്ചത്, ഇപ്പോൾ അര ഇഞ്ച് കുറച്ചിട്ട് നമ്മൾ മുകളിലേക്ക് വെച്ചിട്ട് ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഹാഫ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആദ്യമേ 6 ഇഞ്ചായിരുന്നു, ഇപ്പോൾ നമ്മൾ 5.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്, വരച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുക. 5.5 ഇഞ്ചിൻ്റെ സെൻറ്റർ 2.25 ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ആ 10 ഇഞ്ച് നമ്മൾ ചെസ്റ്റും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുക. ചെസ്റ്റും കൂടി മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ആം ഹോൾ കർവ് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. നമ്മൾ ആ ഹാഫ് മാർക്ക് ചെയ്ത് വെച്ചെടുത്ത് ടച്ച് ചെയ്തിട്ട് ഇതേപോലെ കർവ് വെച്ച് കൊടുക്കുക. കറക്റ്റായിട്ടങ്ങ് വരച്ചെടുക്കുക. നമ്മൾ ആം ഹോൾ കർവ് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് മെഷർ ചെയ്ത് നോക്കാം. മുകളിലൊരു അര ഇഞ്ച് തയ്യൽ തമ്പ് വിടുക. അതിന് ശേഷം നമുക്ക് ടേപ്പ് ഇതേപോലെ ചുറ്റി ഒന്ന് കറക്റ്റായിട്ട് മെഷർ ചെയ്ത് നോക്കാം. നമുക്കിവിടെ കറക്റ്റ് 9 ഇഞ്ച് തന്നെ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ? ഇപ്പം നമ്മുടെ ആം ഹോൾ റൗണ്ട് എത്രയായിരുന്നു നമുക്ക് വേണ്ടത്? 9 ഇഞ്ച് തന്നെയാണ് വേണ്ടത്. അപ്പം നമ്മളിവിടെ ഒന്നുകൂടി ഒന്ന് മെഷർ ചെയ്ത് നോക്കുക. കറക്റ്റ് നമുക്ക് 9 ഇഞ്ച് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ എത്രയാണ് ഷോൾഡർ എടുത്തത്? ഷോൾഡർ 6 ഇഞ്ച്. 6 ഇഞ്ചാണ് നമ്മൾ ആം ഹോൾ ഇറക്കിയത്? അല്ല, ഇവിടെ ഷോൾഡർ 6 ഇഞ്ചും ആം ഹോൾ 5.5 ഇഞ്ചുമാണ് നമ്മൾ എടുത്തത്. അപ്പോൾ 5.5 ഇഞ്ച് എടുത്തപ്പോൾ നമുക്ക് കറക്റ്റ് നമുക്ക് എത്ര കിട്ടി? നമ്മുടെ ആം ഹോൾ റൗണ്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 5.5 ഇഞ്ച് മതിയാവും നമുക്ക്. ഇവിടെ ഷോൾഡറിന് തന്നെയാണ് ആം ഹോൾ? അല്ല, ഷോൾഡർ 6ഉം നമുക്ക് ആം ഹോൾ 5.5യുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റ് നമ്മുടെ ആം ഹോൾ റൗണ്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ എല്ലാ ഡൗട്ടും ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. എപ്പോഴും ഷോൾഡർ തന്നെ ആയിരിക്കത്തില്ല ആം ഹോൾ ഇറക്കേണ്ടത്. നമുക്ക് ഷോൾഡർ ബാക്ക് നെക്കിനനുസരിച്ച് എപ്പോഴും നമുക്ക് മാറ്റം വന്നുകൊണ്ടിരിക്കും. ആം ഹോൾ റൗണ്ട് നമുക്ക് 9 ഇഞ്ച് ആണെങ്കിൽ ഒരു സൈഡ് അത് 9 ഇഞ്ച് തന്നെ ആയിരിക്കും. അത് നിങ്ങൾ ഇതുപോലെ മുകളിലേക്കോ താഴേക്കോ ഒന്ന് വരച്ച് കൊടുത്തിട്ട് ക്ലിയർ ആക്കി എടുക്കുക. ഓക്കെ, നമുക്ക് ആം ഹോൾ റൗണ്ട് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡൗട്ട് ചോദിച്ചാൽ മതി. നമുക്ക് മറ്റു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്